ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 25 ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു NBFC. അപ്പോൾ ഈ ഒരു 25 ലക്ഷം രൂപ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡം എന്നും അതുപോലെ തന്നെ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടതെന്നും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറുമില്ല. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ ബാങ്കുകളുടെയും അതുപോലെ തന്നെ NBFCകളുടെ ഒക്കെ ലോണുകളെ കുറിച്ച് അറിയുന്നതിനും അത് കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു V1 മലയാളം എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കും അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന ആളുകൾക്കും 1 ലക്ഷം രൂപ സൗജന്യമായിട്ട് നൽകാൻ V1 മലയാളം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ആളുകളും അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ മുഴുവൻ ആളുകളും കാണുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എന്റെ സ്ക്രീനിലും നൽകുന്നുണ്ട്. ദയവ് ചെയ്ത് ആ വീഡിയോ മുഴുവൻ ആളുകളും കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 25 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന NBFCയുടെ പേര് നമുക്ക് നോക്കാം. ഈ ഒരു കമ്പനിയുടെ പേരാണ് ട്രില്യൺ ലോൺസ്. ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈടോ ജാമ്യമോ ഒന്നും ആവശ്യമില്ലാതെയാണ് ഈ ഒരു വായ്പ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അൺസെക്യൂർ ആയിട്ടുള്ള ലോണാണ് ഇത്തരത്തിലുള്ള NBFCകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കുകളെ അപേക്ഷിച്ചിട്ട് NBFCകളിൽ പലിശ കൂടുതലാണ്. അപ്പൊ അത് എല്ലാ ആളുകളും ആദ്യമേ മനസ്സിലാക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രില്യൺ ലോണിന്റെ എന്തൊക്കെയാണ് മാനദണ്ഡമെന്നും ഇതിന്റെ അപേക്ഷാ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യണമെന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ വെബ്സൈറ്റ് വഴി പരിശോധിക്കാം. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം. ഇത് ഗൂഗിൾ ബ്രൗസറാണ്. നമ്മളിവിടെ ട്രില്യൺ ലോൺസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് ട്രില്യൺ ലോൺസ്, SME ലോണ്, പേഴ്സണൽ ലോണ്, കൺസ്യൂമർ ലോണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് www.trillianloans.com എന്നാണ്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഈ ഒരു ലോണിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉള്ളത് ഈ ഒരു വെബ്സൈറ്റിലാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതാണ് ട്രില്യൺ ലോണിന്റെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വിശദാംശങ്ങളെല്ലാം ഉണ്ട്. അവർ പാർട്ട്നേഴ്സ് ഉണ്ട്. ഇവരെ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഭാരത് പേ, പോസ്റ്റ് പേ, വെലോസിറ്റി, നിഞ്ചാകാർട്ട്, ഓട്ടോ, ഗോ ക്വിക്ക്, ഗെറ്റ്, വെൻറ്റേജ്, ഇതുപോലുള്ള ഒരുപാട് കമ്പനികളാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. ട്രില്യൺ ഫോർ കസ്റ്റമേഴ്സ്, SME ലോൺ ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ ഉണ്ട്, അതുപോലെ തന്നെ കൺസ്യൂമർ ലോൺ ഉണ്ട്, ഗോൾഡ് ലോണ്, വെഹിക്കിൾ ലോണ്. ഇവിടെയായിട്ട് ഭാരത് പേ ഗ്രൂപ്പ് ഓഫ് കമ്പനി പ്രൊമോട്ടഡ് ബൈ ദ ഭാരത് പേ ഗ്രൂപ്പ്. ട്രില്യൺസ് ലോൺ ഈസ് ആൻ RBI രജിസ്റ്റേർഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി NBFC. ഒരു കമ്പനിയുടെ പേരാണ് പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രില്യൺ ലോൺസ് ഈസ് ആൻ RBI രജിസ്റ്റേർഡ് NBFC. RBI രജിസ്റ്റർ ചെയ്ത ഒരു NBFC ആണ് ട്രില്യൺസ് ലോൺ എന്ന് പറയുന്ന കമ്പനി. നമുക്ക് എന്ത് ചെയ്യാം, നേരെ RBIയുടെ ലിസ്റ്റിൽ ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ നോക്കാം. ഇവരുടെ വെബ്സൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിശ്വസിക്കേണ്ട. നമുക്ക് RBIയുടെ ലിസ്റ്റിൽ ഈ ഒരു കമ്പനി ഉണ്ടോ നമുക്ക് നോക്കാം. കമ്പനി നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ട്രില്യൺസ് ലോൺസ് ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ്. നമുക്ക് ഈ ഒരു പേര് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പിന്നെ അവിടെ നിന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഇതാണ് RBIയുടെ ലിസ്റ്റാണിത്. RBIയുടെ NBFC ലിസ്റ്റാണ്. ഇവിടെ സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ പേസ്റ്റ് ചെയ്യാം. ഏകദേശം 539ാമത്തെ സ്ഥാനത്തായിട്ട് ട്രില്യൺ ലോൺസ് ഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് മുംബൈ ആസ്ഥാനമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ലിസ്റ്റിൽ. ഇവരുടെ അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു NBFC ആണ് ഈ ഫിൻടെക് ലോൺസ് എന്ന് പറയുന്ന കമ്പനി എന്ന് നമുക്ക് എന്ത് ചെയ്തു, ബോധ്യം വന്നു. നമുക്ക് എന്ത് ചെയ്യാം, നേരെ വെബ്സൈറ്റിലേക്ക് തന്നെ പോവാം. പിന്നെ അതുപോലെ തന്നെ കമ്പനി നെയിം കൂടെ നമ്മൾ പരിചയപ്പെട്ടു. കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലീഗൽ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നേരെ മുകളിലോട്ട് തന്നെ വന്നിട്ട് ഹോം പേജ് അബൌട്ട് അസ് പ്രൊഡക്റ്റ്, നമുക്ക് പ്രൊഡക്റ്റ് പോയിട്ട് SME ലോണുകളുണ്ട്, പേഴ്സണൽ ലോൺ ഉണ്ട്, കൺസ്യൂമർ ലോൺ ഉണ്ട്, ഗോൾഡ് ലോൺ, വെഹിക്കിൾ ലോൺ. ഇത്രയും ലോണുകളാണ് എന്ത് ചെയ്യുന്നത്, ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പേഴ്സണൽ ലോണാണ്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ലോൺ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഫസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, നിങ്ങളുടെ
ഇമെയിൽ ID കൊടുക്കുക, നിങ്ങളെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ലോണിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ലോൺ എമൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ അപ്പോഴാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണൽ ലോൺ, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ ക്രാഫ്റ്റഡ് ടു മീറ്റ് യുവർ നീഡ്സ്, ക്വിക്ക് ലോൺ ഡിസ്ബേഴ്സൽ, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലോൺ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഫ്ലെക്സിബിൾ റീപേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്, തിരിച്ചടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോൺ എമൗണ്ട് അപ് ടു 25 lakh, 25 ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത്, പേഴ്സണൽ ലോൺ നൽകുന്നത്. അതുപോലെ തന്നെ കമ്പാറ്റിറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ പേപ്പർലെസ് ആൻഡ് ഡിജിറ്റൽ പ്രോസസ്സാണ്. പേപ്പർ വർക്കുകളും മറ്റു കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഡിജിറ്റലായിട്ടാണ് ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ടേൺ ഓവർ ഓഫ് അപ് ടു 60 months, ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി 60 മാസം വരെയാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഈ ഒരു ലോണിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ റെസിഡന്റ്, ഒരു ഇന്ത്യക്കാരനായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഉണ്ട്. ഏജ് ലിമിറ്റ് 21 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ ലോണ് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഏജ് ബിറ്റ്വീൻ 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള ആളുകളാണെങ്കിൽ പിന്നെ ഇതിന് മാൻഡേറ്ററി ആപ്ലിക്കൻ്റ് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഏജ് ബിറ്റ്വീൻ 60നും 65നും ഇടയിലുള്ള ആളുകൾക്കാണെങ്കിൽ ഒരു ആപ്ലിക്കൻ്റ് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ മിനിമം മന്ത്ലി ഇൻകം 20,000 മുകളിൽ മന്ത്ലി ഇൻകം ഉള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യും, ഇവർ ലോൺ നൽകുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, നമുക്ക് ഈ ലോൺ ലഭിക്കണമെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിർബന്ധമാണ്. നമ്മുടെ ബാങ്ക് ത്രൂ സാലറി വാങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ITR ഒക്കെ അടയ്ക്കുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ലോണ് ലഭിക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് നാട്ടിലൊക്കെ ഒരുപാട് കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഡെയിലി വൈകുന്നേരം നമ്മുടെ കൈകളിലേക്ക് പൈസ വരുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷേ 20,000 30,000 മുകളിൽ വരുമാനമുള്ള ആളുകളുണ്ടാവും. പക്ഷെ നമ്മൾക്ക് അത് തെളിയിക്കാൻ കഴിയില്ല. ബാങ്ക് ത്രൂ സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് ഈ ഒരു ലോണ് ലഭിക്കുക. അപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തെങ്ങ് കയറ്റ തൊഴിലാളിക്ക് ഈ ഒരു ലോൺ ലഭിക്കണമെന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാണിച്ചിട്ട് നമുക്ക് മന്ത്ലി ഒരു ഇൻകം ഉണ്ടെന്ന്, ഒരു വരുമാനം ഉണ്ടെന്ന് നമുക്ക് ഇവർക്ക് എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിന് നമ്മുടെ ബാങ്ക് ത്രൂ വരുമാനമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ലോണ് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇത് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് നോക്കാം. KYC ഡോക്യുമെന്റ്സ്, നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, മറ്റു ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇൻകം ഡോക്യുമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബാങ്കിലേക്ക് വരുമാനം വരുന്നുണ്ട്, അല്ല സാലറി വരുന്നുണ്ട്, വരുമാനം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് നിർബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിർബന്ധമാണ്. ഇനിയിപ്പോൾ സ്വയം തൊഴിൽ സംരംഭമൊക്കെ തുടങ്ങുന്ന ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ITR റിട്ടേൺ ഫയലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ കോൺടാക്ട് എസ് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ടൈമിംഗ് 9:30 മുതൽ രാവിലെ 9:30 മുതൽ രാത്രി 7 മണി വരെ, അതുപോലെ വർക്കിംഗ് ടൈം മൺഡേ ടു ഫ്രൈഡേ എക്സ്ക്ലൂഡിങ് പബ്ലിക് ഹോളിഡേയ്സ്. ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവരെ കാണുന്ന ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിക്കാം. 8851682895. ഈ നമ്പറിൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7 മണിക്കിടയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. മൺഡേ ടു ഫ്രൈഡേ, അതുപോലെ തന്നെ എക്സ്ക്ലൂഡിങ് പബ്ലിക് ഹോളിഡേയ്സിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോണിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബാധ്യതയാണ്. കാരണം ഈ NBFC എന്നൊക്കെ പറയുന്ന സമയത്ത് NBFC ഈടും ജാമ്യവും ഒന്നും ഇല്ലാതെയാണ് NBFCകൾ വായ്പ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൺസെക്യൂർ ആയിട്ടുള്ള ലോണുകളാണ് എന്ത് ചെയ്ത് ഇവർ NBFCകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈടും ജാമ്യവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ പലിശയുമാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈടാക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചടവൊക്കെ കറക്റ്റായി പോവുകയാണെങ്കിൽ ഒരു ബാധ്യതയും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലോൺ എടുക്കുന്നതിന് മുമ്പ് തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. ലോൺ എടുത്തിട്ട് ബുദ്ധിമുട്ടുന്നതിനേക്കാളും നല്ലത് ലോൺ എടുക്കാതിരിക്കുന്നത് തന്നെയാണ്. ഒരു ലോണിനെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലോൺ എടുക്കുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ NBFC, ബാങ്കൊക്കെ RBIയുടെ രജിസ്ട്രേഡ് കമ്പനി ആണോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. RBI അപ്രൂവൽ ചെയ്യാത്ത ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കരുത്. പിന്നെ അതുപോലെ ലോൺ ആപ്പിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ RBI അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ അതുപോലെ തന്നെ
ലോൺ ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ കോൺടാക്ട്സിലേക്ക് ഗ്യാലറിയിലേക്കൊക്കെ ആക്സസ് ചോദിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പ് സംഘങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറയുന്നത്. അപ്പോൾ ആരെങ്കിലും തട്ടിപ്പിനൊക്കെ ഇരയായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള സൈബർ സെല്ലിൽ പരാതി കൊടുക്കുക. എന്നാൽ എന്ത് ചെയ്യും, അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ട്രില്യൺ ലോൺസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്.